ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ജിമിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്, ലോലിപോപ്പ് ബീഡ്സ്. അപ്പോൾ അതിനുള്ള കമ്പികൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെക്കണേ. ഇനി ജുമുക്ക മോൾഡിൻ്റെ മൂന്നാമത്തെ കുഴിയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബീഡ്സ് എടുക്കാം. ഇതിനകത്ത് നമുക്കൊരു 16 ബീഡ്സാണ് ആവശ്യം. ഇത് നമുക്ക് ഒന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബോൾ ഷേപ്പ് കിട്ടും. ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ബോൾ ഷേപ്പിലായി വരും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പി ഇതിനകത്തേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആവണം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസ് ജിമിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്ലേ മോൾഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമേ ഒന്ന് മോൾഡിൽ ഇത്തിരി ഓയിൽ യൂസ് ചെയ്യണം കേട്ടോ, എന്നാലേ ക്ലേ ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വെള്ളം ടച്ച് ചെയ്തിട്ട് ഒന്ന് മേളിലൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തതാണ്. ഇനി അതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മുടെ ജിമിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ക്ലേ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ അത് എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന അത്രയും ക്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. പക്ഷേ നമ്മളത് ലോലിപോപ്പ് ബീഡ്സ് അറ്റാച്ച് ചെയ്യാനുണ്ട്, അത്രയും സ്പേസ് വിട്ടിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ റിമൂവ് ചെയ്ത് കളയാനായിട്ട്. പിന്നെ സെൻറ്ററിൽ നിന്ന് ഒത്തിരി റിമൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യുപിൻ അറ്റാച്ച് ചെയ്യാനും പാടാവും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ക്ലേ റിമൂവ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു യുപിന് കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ സെൻറ്ററായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ പെന്നിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു സെൻറ്ററായിട്ട് നോക്കിയിട്ടൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കണേന്. നമ്മൾ ഫസ്റ്റ് പതുക്കെ ഒരു ഇംപ്രഷൻ കൊടുത്താൽ മതി. പിന്നെ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്കതൊന്ന് പ്രസ് ചെയ്ത് ഡാർക്കാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ ടൂൾ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമുക്കിതില്ലെങ്കിൽ നൈഫ് വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വളരെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കുക, നമ്മൾ ഡിസൈൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ ഒന്നും കൂടി നമുക്കൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് നമുക്കത് ഇംപ്രഷൻ കുറച്ചൊരു ഡാർക്കായിട്ട് വരുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഡോട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ യുപിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലോലിപോപ്പ് ബീഡ്സ് ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് പിന്നെ അതൊന്ന് ബേൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കോട്ട് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ബ്ലാക്കും ഗ്രേയും കോമ്പിനേഷനിലാണ് വരുന്നത്.
അപ്പോൾ ബ്ലാക്ക് ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഡ്സിലും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ തന്നെ കൊടുക്കാം. ഇത് ഫയർ ചെയ്തെടുത്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കളർ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കൊള്ളും. ഇനി നമ്മൾക്ക് ആ ഡിസൈനിൽ നമുക്ക് ഗ്രേ കളർ ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളറിൽ ജസ്റ്റ് ലൈറ്റായിട്ട് ഒത്തിരി ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കളറാണിത്, ഗ്രേ കളറ്. അപ്പോൾ അത് നമുക്ക് ആ പെറ്റൽസിൻ്റെ ഷേപ്പ് ഉള്ളതിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നടുക്ക് സെൻറ്ററായിട്ട് ബ്ലാക്ക് വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിലാക്കാണ്ട് നമുക്ക് ആ റൗണ്ട് വിട്ടിട്ട് ബാക്കി സൈഡിലൊക്കെ നമുക്ക് ഗ്രേ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആ ഡോട്ടിലൊക്കെ ഞാൻ ഗ്രേ കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേണ്. ഇത് നന്നായിട്ട് 1 മണിക്കൂർ നന്നായിട്ട് ഡ്രൈ ആയതാണ്. ഇനി നമുക്കിതിനകത്ത് ഹാങ് ചെയ്യാനുള്ള ഹുക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. ഇനി നമുക്കിതിനകത്ത് വാർണിഷ് അപ്ലൈ ചെയ്യാം. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഭംഗി വരിക, നല്ലൊരു ഷൈനിങ് ലുക്കും എല്ലാം വരുന്നത് വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ. ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വാർണിഷും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.